ലൈഫിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? പറ. ലക്ഷ്യം ഒരു കല്യാണം കഴിക്കണം. ഞാനും അവളും കുട്ടികളും. എന്ത് രസമായിരിക്കും അല്ലേ? എന്താടാ? നാട്ടിൽ പിന്നെ കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ സീനില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ തന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ വലിയ ടെൻഷനൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിക്കലൊന്നും ഇപ്പോൾ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണില്ല. നമ്മുടെ നാട്ടിൽ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പക്ഷേ നമ്മളൊരു വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. വെസ്റ്റേൺ കൾച്ചർ പറഞ്ഞാൽ ലിവിങ് ടുഗദർ. അതായത് അത് നമുക്കിപ്പോൾ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേറെ രീതിക്ക് പോകല്ലോ. ഇത് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോൺസിക്വൻസ് ഉണ്ട്. നമ്മൾ ഈ ടൈഡപ്പ് ആയിരിക്കും. അതൊരിക്കലും ഞാൻ അതിനൊരു എതിർപ്പാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് ആൾ തമ്മിലുള്ള ഒരു ലൈഫ് ടൈം അഗ്രിമെൻ്റാണ്. അപ്പോൾ അത് നമുക്ക് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ രണ്ടാളും എല്ലാവരും അറിഞ്ഞിട്ട് പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കണമെന്ന് നല്ലത്. നിൻ്റെ അഭിപ്രായം എന്താ? ലവ് മാരേജ് ആണോ നീ ചൂസ് ചെയ്യാതെ അറേഞ്ച്ഡോ? എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അറേഞ്ച്ഡ് ലവ് മാരേജ് ആണ്. എല്ലാവരും അഭിപ്രായം തന്നെ ഉണ്ടാവും. ഒന്നാമത് തന്നെ അത് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മളറിയാം കുറേ ആൾക്കാർ ഒന്നാമത് ഫാമിലീൻ്റെ പ്രഷർ ഇത് കാരണം നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് മുന്നേ ഒരു അഫെയർ ഉണ്ടാവും. എന്നിട്ട് അത് നിർബന്ധിച്ചിട്ട് അവർ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കും. അതാണ് ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കൂടുതലും ഈ ഫാമിലി പരമായിട്ട് ഇഷ്യൂ ആണെന്ന് എന്താ ഡിവോഴ്സാണ്. രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടാണ് ഈ കല്യാണം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രേമവിവാഹമാണ് കുറച്ചുകൂടി നല്ലത്. കാരണം രണ്ടാളും തമ്മിൽ അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നതാണ് കുറച്ചുകൂടി ചേരാൻ തോന്നുന്നത്. കല്യാണമൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്താണെങ്കിൽ അറേഞ്ച് മാരേജാണ് എല്ലാവരും സെലക്ട് ചെയ്യുക. കാരണം അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുള്ളൊരു കുട്ടി പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു കുട്ടീനെയാണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയും അങ്ങനെ കുറേ കാര്യങ്ങളായി നമുക്ക് കുറേ വാർത്തകൾ കേൾക്കാം. അപ്പോൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടീനെ സെലക്ട് ചെയ്യുന്നതാണ് താല്പര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ലവ് മാരേജിനാണ് സംഭവിക്കുക. ലവ് കം അറേഞ്ച്ഡ് മാരേജിനാണ് സംഭവിക്കുക. കാരണം പാരൻസ് ആണല്ലോ നമുക്ക് വിവാഹം എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്കുള്ള മഹത്തായ ഒരു കാൽവെപ്പാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയൊക്കെ വേണമെന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഭയങ്കര സപ്പോർട്ട് വേണം. അതുകൊണ്ട് അറേഞ്ച് മാരേജ് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ലവ് മാരേജ് ആവശ്യമില്ല. തീരെ അറിയാത്ത ഒരാളും കൂടെ ഇങ്ങനെ ഇറങ്ങി പോകാറല്ലേ? ഹലോ. അതെ, നാളെ ഉച്ചത്തേക്കാണ് ഫുഡ് വേണ്ടത്. അതെ, മണാശ്ശേരിയിലേക്ക്. നമ്മൾ പറഞ്ഞ മെനുവിലുള്ള ഒരു മണിയാകുമ്പോഴേക്കും എത്തിച്ചാൽ മതി. അതെ, 50 പേർക്ക് മതി. ഒക്കെ കറക്റ്റ് സമയത്തിന് എത്തിക്കുമല്ലോ അല്ലേ? ഓക്കെ. അത് നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് വെക്കുമല്ലോ അല്ലേ? ഓക്കെ എന്നാൽ ശരി. സംഭവമൊക്കെ ഏകദേശം സെറ്റല്ലേ? നാളേക്ക് ഇനിയിപ്പോൾ എല്ലാവരും സമയത്തിന് എത്തിയാൽ മതി. അതൊക്കെ എത്തൂടാ. മാനസികമായി പീഡിപ്പിക്കുന്നു. ഹെൽപ്പ് വേണം. കുറെ നേരമായി ഞാൻ സഹിച്ചു. നമ്മൾ അന്നത്തെ കാലം എന്താ അടിപൊളിയായിരുന്നല്ലേ? ആടാ, ക്ലാസ് ബങ്ക് ചെയ്യലും സ്പോർട്സ് ഡേ, ആർട്സ് ഫെസ്റ്റ് എന്തൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തൊരു ബോറല്ലടാ. ജോലി മടുത്തു. അല്ല, നീ എന്താ ഞങ്ങളെ കല്യാണം വിളിക്കാഞ്ഞേ?
നീ ആകെ സൈലൻ്റ് ആയി പോയല്ലോടാ. പണ്ട് എന്ത് രസമായിരുന്നു നീ ഉച്ചയും ബഹളവും ഒക്കെ. ഇപ്പം നീ ഒരു അക്ഷരം മിണ്ടുന്നു പോലുമില്ല. എന്താ പറ്റിയ നിനക്ക്? അമ്മേ പറയേ. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോണു. അങ്ങനെ ഇപ്പം എത്തുന്ന ആർക്കറിയാം. അമ്മേ എന്തൊരു വീടാ ഇത്. ബ്യൂട്ടി പാർലറോ? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറേ നാളൊക്കെ ആയി. ഇവിടെ വണ്ടി ഇല്ലെന്നറിയാലോ. അധ്യാനോ അങ്ങനെ വരാറൊന്നുമില്ല. അയാൾക്ക് സമയമില്ല. ജോലി ജോലി ജോലി. പിന്നെ 2 ഉണ്ട് ഇവിടെ. തീരെ സൗകര്യത്തിനകത്ത് 2 തന്നു. വന്നും തോന്നുന്നു. എനിക്കൊരു ചായ ഇട്ടു. ഒരു ചായ ഇട്ട് തടി. നിങ്ങളുടെ തള്ളുണ്ടല്ലോ, അത് ഇരിപ്പുണ്ട്. അവരോട് പോയി പറയും. സാധനം കിട്ടിയോ? ഞാൻ വീട്ടിലുണ്ട്. ഇവിടെ ഉണ്ട്. എവിടെ? ഒറിജിനൽ ആണോടെ? ഞാനിതൊക്കെ കുറെ നാളെ കാണുന്നുണ്ട്. നിങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞു ഇതൊന്നും മാറ്റേണ്ട കാര്യം എനിക്കില്ല. നിങ്ങളെയൊക്കെ അവളിന്നും അമ്പലത്തിൽ വന്നില്ല അല്ലേ? അവളുടെ സമയം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? നിന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് പറ്റിയ ഏക അബദ്ധം അതവളാ. എടാ എവിടുന്ന് കിട്ടിയടാ ആ സാധനത്തിന്? പൈസ മാത്രം നോക്കി കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. നിനക്കൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. ഒന്നും ഇല്ലെങ്കിലും നിന്റെ വീട്ടുകാരെങ്കിലും നിന്റെ കൂടെ ഇല്ലേ? അതിന് നിനക്കെന്താ പറ്റിയേ? നീ സ്നേഹിച്ച ആളെ തന്നെയല്ലേ നീ കിട്ടിയത്. ഇനി അതിലും വലുതൊന്നും വരാനില്ല. ആരാടി? ആരാ പിന്നെ എങ്ങനെ വളർത്തിയടി ഞാൻ? ഈ മെസ്സേജൊക്കെ ഈ ഫോട്ടോകളൊക്കെ ലജ്ജ തോന്നി എനിക്ക്. ചെറുപ്പത്തിൽ നിന്റെ അമ്മ മരിച്ചു. ഇത്ര നാളെ നീ കല്യാണം പോലും കഴിക്കാതെ നിന്നെ വളർത്തിയത് ഇപ്പൊ നീ എന്നെ കൈവിട്ട് പോയി. ഹലോ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം. ഞാൻ ഇറങ്ങാൻ പോവാണെന്ന്.
എന്താ കൂടെ വരുന്ന പിള്ളേരൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ. കല്യാണം കഴിക്കാൻ നിനക്ക് അതൊക്കെ എങ്ങനെ അറിയാം? ആണുങ്ങളെ മനസ്സിലാക്കുന്നെങ്കിൽ കല്യാണം കഴിക്കണം. എവിടെ പോയി? ഉമ്മനെ വിളിക്കേ. ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ ജോലി കഴിഞ്ഞ് എത്തി. മാമ ഇരിക്കും, ഞാൻ വേണ്ട. കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒബി വന്നൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു 30 വയസ്സുള്ളൊരു യുവാവാണ്. ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ വന്നപ്പോൾ അവസാന ആൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അതിലേറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വിവാഹം കഴിഞ്ഞ് ഇയാളുടെ ഭാര്യ ഇപ്പോൾ 7 മാസം ഗർഭിണിയാണ്. മാരേജിന് മുന്നേ ഒരു ചെറിയ വാക്സിനേഷൻ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ജനിക്കാൻ പോകുന്ന ആ കുട്ടീനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സംഭവം ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാരേജിന് മുന്നേ ഒരു ചെറിയ കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ നമുക്കിവിടെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ നിൻ്റെ കേസിലാണെങ്കിൽ പണത്തിൻ്റെ പിന്നാലെ പോയി നീ കല്യാണം കഴിച്ചു, അതുകൊണ്ട് നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നീ ആണെങ്കിൽ നിൻ്റെ പാരൻസിനെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പിന്നാലെ പോയി, അവിടെ നിനക്ക് തന്നെയാണ് നഷ്ടമുണ്ടായത്. അതുപോലെ നിൻ്റെ കാര്യത്തിൽ നീ ഇനി ശരിക്കും ഒരു കൗൺസിലിംഗ് നീ അറ്റൻഡ് ചെയ്യണം. നടന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നീ ഉണ്ടാക്കിയെടുക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല.